വചനമൊഴി ഏപ്രിൽ 19. വചനഭാഗം 2 തിമോത്തി 2:22-26, മത്തായിയുടെ സുവിശേഷം 24:45-51. വിവേകിയും വിശ്വസ്തനുമായ ശുശ്രൂഷകരാകുവാനുള്ള ആഹ്വാനമാണ് ഇന്ന് തിരുവചനം നൽകുന്നത്. സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിക്കുന്നത് തൻ്റെ ഭവനത്തിൻ്റെ ഉത്തരവാദിത്വം ഭൃത്യന്മാരെ ഏൽപ്പിച്ചിട്ട് ദൂരയാത്ര പോകുന്ന ഒരു യജമാനന്റെ ഉപമയാണ്. യജമാനൻ മടങ്ങി വരുവോളം വിശ്വസ്തയോടെയും വിവേകത്തോടെയും ശുശ്രൂഷ ചെയ്യുന്ന ഭൃത്യനെ യജമാനൻ ബഹുമാനിക്കുകയും എല്ലാ വസ്തുക്കളുടെയും മേൽനോട്ടം ഏൽപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ യജമാനൻ വരാൻ വൈകുമെന്ന് കരുതി ധൂർത്തനായി ജീവിക്കുന്ന ഭൃത്യൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് യജമാനൻ വരികയും താൻ ഏൽപ്പിച്ച ദൗത്യം വിശ്വസ്തയോടെ നിർവഹിക്കാതെ ഭൃത്യനെ കാണുകയും ചെയ്യുമ്പോൾ അവനെ ശിക്ഷിക്കുകയും ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറ്റുകയും ചെയ്യുന്നു. ജാഗ്രതയോടെയും വിവേകത്തോടെയും വിശ്വസ്തയോടെയും ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാൻ ഇന്ന് സുവിശേഷം നമ്മെ ക്ഷണിക്കുന്നു. തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിലൂടെ പൗലോസ്ലീഹ ആവശ്യപ്പെടുന്നതും കർത്താവിൻ്റെ ദാസൻ കലഹപ്രിയരാകരുത്, മൂഢവും ബാലിശവുമായ വാദപ്രതിവാദങ്ങളിൽ മുഴുകാതെ നീതിയിലും വിശ്വസ്തതയിലും സ്നേഹത്തിലും സമാധാനത്തിലും വർത്തിക്കുന്നവരാകണം. വിശ്വസ്തനും വിവേകിയുമായ ശുശ്രൂഷനായിക്കൊണ്ട് സ്നേഹത്തിലും സമാധാനത്തിലും വിശ്വസ്തതയിലും ജീവിക്കുവാനുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോയിൽ സ്നേഹപൂർവം, കുറ്റ്യാനിക്കൽ സെബാസ്റ്റ്യൻ.